നമ്മൾ ഇന്ന് രാവിലെ മുതൽ സംസാരിക്കുന്നത് ഒരു അപകട വാർത്തയെക്കുറിച്ചായിരുന്നു അല്ലേ? കൊല്ലം ആര്യങ്കാവിൽ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങിയ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ലോറിയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തു. സേലം സ്വദേശിയായ ധനപാലാണ് മരിച്ചത്. കൂട്ടിയിടിയെ തുടർന്ന് ബസ് ആറ്റിലേക്ക് മറിയുകയായിരുന്നു. നിരവധി അയ്യപ്പ ഭക്തന്മാർക്ക് പരിക്കേറ്റു. 4 പേരുടെ പരിക്ക് ഗുരുതരമാണ്. போயிட்டு வந்தோம். அங்கே இதுகிட்ட வண்டி பின்னால் வந்து இடிச்சு விட்டோம். இடிச்சு எல்லாத்துக்கும் காயம். எவ்வளோ பேர் இருந்தது? 24 பேர். 24 பேர் இருந்தா எல்லாருக்கும் പരിക്കാച്ചാ? ஆமாம். ലോറി ഇടിച്ചതാ? ராரி அங்கேயே நிற்கிது. டிரைவர் ஓடி போயிட்டான். டிரைவர் ஓடியாச்சா? ஓடியாச்சு. எங்கே ஊர்? என்ன ஊர்? சேலம். சேலம் மாவட்டம்? சேலம் தாதகாப்பட்டி. அழியப்புறங்கள் எவ்வளோ பேர் இருந்தது? பிள்ளைங்க 2 பேர். 2 பேரா? குழந்தைகளா? குழந்தைங்க தான். പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരാണിവർ. നമ്മളടുത്ത് സംസാരിച്ചിരുന്നു, അതാണ് നമ്മളിപ്പോൾ കേട്ടത്. ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഞങ്ങളുടെ റിപ്പോർട്ടർ ആർ അനന്തകൃഷ്ണൻ തത്സമയം ചേരുന്നുണ്ട്. അനന്തൻ, ഈ അപകടം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. രാവിലെയൊക്കെ കണ്ണൻ നായർ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സംഭവ സ്ഥലത്ത് അനന്തൻ നേരിട്ട് ചെല്ലുമ്പോൾ കണ്ട കാഴ്ച എന്താണ്? ഒരുപാട് താഴ്ചയിലേക്കാണോ ഈ ബസ് മറിഞ്ഞത്? എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്ന് നേരിട്ട് കാണുമ്പോൾ, ആ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഏറെക്കുറെ അനന്തന് മനസ്സിലായി കാണുമല്ലോ. പൂജ, നമ്മൾ ഇതുവരെ രാത്രിയിലുള്ള ആ ഇരുട്ടത്തുള്ള ദൃശ്യങ്ങളാണ് കണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ ആര്യങ്കാവിൽ ഈ അപകടം നടന്ന സ്ഥലത്തെത്തി. ഇവിടെ എത്തുമ്പോഴാണ് എന്തുമാത്രം വലിയൊരു അപകടമാണ് ഇവിടെ സംഭവിച്ചത് എന്ന് കാണാൻ കഴിയുന്നത്. ഞാൻ ഈ ഹൈവേ റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏതാണ്ട് 50 അടി താഴ്ചയിൽ ആ കുഴിയിൽ ആ ബസ് കിടക്കുന്നത് കാണാം. അവിടേക്ക് ഇറങ്ങാൻ കഴിയില്ല, കുത്തനെയുള്ള താഴ്ചയാണ്. ആ താഴ്ചയിൽ ബസ് കിടക്കുന്നത് ഒരു തോടിന്റെ കരയിലായിട്ടാണ്. അപ്പോൾ ഈ റോഡിൽ നിന്ന് ഏതാണ്ട് 50 അടി താഴ്ചയിലേക്കാണ് ആ ബസ് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച് താഴെ വീണത്. ആ വാഹനത്തിന്റെ കിടപ്പ് കണ്ടാൽ, ആ അപകടത്തിന്റെ ആ വാഹനം കിടക്കുന്നത് കണ്ടാൽ ഇത്രയും വലിയൊരു അപകടത്തിന്റെ ലക്ഷണമാണ്. പക്ഷേ ഭാഗ്യം ഒന്നും ഒരു മരണത്തിനപ്പുറം ആ കാഷ്വാലിറ്റി ഉണ്ടായില്ല എന്നുള്ളത് വലിയ ഭാഗ്യമാണ്. പക്ഷേ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ബസ് കിടക്കുന്നത് കാണുമ്പോൾ വലിയൊരു അപകടം തന്നെയാണ് സംഭവിച്ചത്, അതും ആ ഇരുട്ടത്ത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ മറുസൈഡിൽ ഈ ബസ്സിനെ ഇടിച്ച വാഹനം കാണാം. ഇതൊരു ലോറിയാണ്, നാഷണൽ പെർമിറ്റ് ലോറിയാണ്. ഈ ലോറിയുടെ ഇടിയുടെ ആഘാതത്തിലാണ് ആ ബസ് താഴെ ഈ കുഴിയിലേക്ക് പതിച്ചത്. ഇവിടെ നിന്ന് നമ്മുടെ പുനലൂർ ഭാഗത്ത് നിന്ന് തെങ്കാശി ഭാഗത്തേക്കാണ് ഈ ബസ് വന്നിരുന്നത്. അയ്യപ്പന്മാർ ശബരിമലയിൽ നിന്ന് തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. ആ ബസ്സിന്റെ ഓപ്പോസിറ്റ് തമിഴ്നാട് ഭാഗത്ത് നിന്നാണ് ഈ ലോറി വന്നത്. ഇതിന് തൊട്ടു മുൻപിൽ ആ പോലീസിന്റെ ഒരു ബൊലേറോ കിടക്കുന്നുണ്ട്. ആ വാഹനം കിടക്കുന്നതിന്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് കൂട്ടിയിടി ഉണ്ടായത്. അവിടെ നിന്ന് ബസ്സിനെ ഇടിച്ചു നിരക്കി ഈ താഴെ കുഴിയിലേക്ക് വീഴ്ത്തുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തിയ ആൾക്കാർ പറയുന്നത്.